കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു രീതിയിൽ മത്തനില താളിക്കാനാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മത്തനിലയാണ്. അത് തണ്ടോട് കൂടി തന്നെ പറിക്കുന്നതാണ് നല്ലത്, നല്ല ടേസ്റ്റാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, തണ്ടും ഇലയെല്ലാം കൂടി. തണ്ടെന്ന് പറയുമ്പോൾ ഇളയ തണ്ടാണ് എടുക്കേണ്ടത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് മത്തനില താളിച്ചത് ഉണ്ടാക്കാൻ. അതായത് പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെയാണ് നമ്മുടെ പ്രധാന ഐറ്റം ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഇനി കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തീ കത്തിച്ചിട്ട് ഒരു ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തനില ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി അത് വഴറ്റി കൊടുക്കാം. ഇനിയാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ചേർക്കാം. സാധാരണ കഞ്ഞിവെള്ളത്തിലൊക്കെയാണ് താളിച്ച് കണ്ടിട്ടുണ്ടാവുക. ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ട് താളിക്കാം. അസാധ്യ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ മത്തൻ്റെ ഇലയും അതുപോലെ തന്നെ ആ ചിക്കൻ സ്റ്റോക്കും എല്ലാം കൂടി നല്ലൊരു മണം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇല എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇളയ ഇല എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.